കേരളത്തിലെ പോലീസ് ഇന്ന് ദേശീയ തലത്തിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കുപ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇന്ന് ദേശീയ തലത്തിൽ പല മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ രീതിയിൽ വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന കേരളത്തിലെ പോലീസിനെ കുറിച്ച് വളരെ മോശമായൊരു ഇമേജ് ഇന്ന് രാജ്യത്ത് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ പല പോലീസ് സ്റ്റേഷനുകളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ള ചർച്ച ഇന്ന് പുറത്തു വരുന്നു. അത്തരത്തിലുള്ള അവിടുത്തെ വീഡിയോ ക്യാമറകളുടെ ക്ലിപ്പിംഗ് ലഭിക്കുന്നതിന് വേണ്ടി വിവരാവകാശ കമ്മീഷന് ദിവസവും അപേക്ഷകൾ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്ന എന്താണ്? വളരെ മോശമായ രീതിയിൽ പോലീസ് ഇന്ന് കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് വരെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. മുഖ്യമന്ത്രിയാണ് ഇതിനുള്ള പ്രചോദനം. കേരളത്തിലെ പോലീസിന് എന്തും ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രേരണ ലഭിച്ചത് അല്ലെങ്കിൽ പ്രചോദനമായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ നടപടികളാണ്. സ്വന്തം ഗവൺമെൻറ് ഒരു കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും ചെടിച്ചട്ടിയെടുത്ത് തലയ്ക്കടിക്കുമ്പോൾ അത് സംരക്ഷണമാണ്, സുരക്ഷിതത്വം നൽകലാണെന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെ പോലീസിന് എന്തും ചെയ്യാലോ. അതുകൊണ്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് ഇത്തരത്തിലുള്ള മർദ്ദന കേന്ദ്രങ്ങളായി, ഇടിമുറികളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പോലീസിനെ നിയന്ത്രിക്കേണ്ട മുഖ്യമന്ത്രി പോലീസിനെ ഇന്ന് കയറൂരി വിട്ട് എന്തും ചെയ്യാവുന്ന രീതിയിലേക്ക് എത്തിച്ചു എന്നതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്.